നമസ്കാരം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖർഖറത്തുൽ ഖദറിലെത്തിയ പ്രവാചകന് അവിടെ ഒരു മനുഷ്യൻ്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഏതായാലും പ്രവാചകൻ പെട്ടെന്ന് അവിടുന്ന് മടങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ തൻ്റെ കൂട്ടത്തിലുള്ളവരിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം താഴ്വാരയുടെ മുകളിലേക്ക് അയച്ചു. പ്രവാചകൻ താഴെ ഭാഗത്ത് തന്നെ കാത്തിരിക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ ഒരു കൊച്ചു പയ്യൻ, ഒരു ബാലൻ, അവനെ അവിടെ കാണാനിടയായി. തങ്ങളെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ട ശത്രു സംഘം അതവിടെ ഒരു ജലാശയമുണ്ട്, ആ ജലാശയത്തെ ലക്ഷ്യമാക്കിയിട്ട് പോയിട്ടുണ്ട് എന്ന് ആ ബാലൻ പ്രവാചകനെ അറിയിച്ചു. അവർ പോയി എന്ന് സാരം. ആയതുകൊണ്ട് തന്നെ അവിടെ കണ്ട എല്ലാ ഒട്ടകങ്ങളെയും പ്രവാചകനും അനുയായികളും പിടിച്ചെടുത്തു. ഏകദേശം 500ഓളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. 500ഓളം ഒട്ടകങ്ങളെയാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആ കിട്ടിയ ഒട്ടകങ്ങളെ അത്രയും ഖുർആൻ്റെ കൽപ്പന അനുസരിച്ച് 1/5 ഒട്ടകങ്ങളെ അവർ പ്രവാചകനെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള ഒട്ടകങ്ങളെ അവരെല്ലാവരും കൂടി പങ്കിട്ടെടുക്കുകയും ചെയ്തു. അഞ്ഞൂറോളം ഒട്ടകങ്ങളെ പങ്കിട്ടെടുത്ത സമയത്ത് അവിടെ വന്ന അനുചരന്മാർ അവർക്ക് 2 വീതം ഒട്ടകങ്ങളെ കിട്ടുകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കൽ സലബ, മുഹാരിബ് അങ്ങനെയുള്ള 2 ഗോത്രങ്ങൾ, അവിടെ ഒരുപാട് ഗോത്രങ്ങളുണ്ട് അവിടെ ഒരു ഭൂമിയിൽ. ആ ഗോത്രങ്ങൾ, ഈ 2 ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളിൽപ്പെട്ടവരുടെ ഒരു സംഘം ദി അമറ എന്ന സ്ഥലത്ത് അവരവിടെ വന്ന് കൊള്ള നടത്താൻ വേണ്ടി സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം പ്രവാചകന് കിട്ടി. പിന്നീട് സമയം കളഞ്ഞില്ല, ഏകദേശം 450ഓളം അനുചരന്മാരെ ചേർത്ത് 450ഓളം മുസ്ലിങ്ങൾ അനുചരന്മാരോടൊപ്പം അദ്ദേഹം ദി അമറ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുന്നതിന് മുൻപായിട്ട് വഴിമധ്യത്തിൽ മുമ്പ് പറഞ്ഞ ഗോത്രം, അതിൽ സലബ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹത്തോട് വിശേഷങ്ങൾ അന്വേഷിച്ചു, അവിടുത്തെ സാഹചര്യങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ കൊള്ളക്കാരെ കുറിച്ച് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ ഇവിടെ നിൽക്കില്ല. അവർ ഈ പർവ്വത ശിഖരങ്ങളിലുള്ള അവരുടെ ഒളി സങ്കേതങ്ങളിലേക്ക് ഓടി മറയും. അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ ഒളി സങ്കേതങ്ങളെക്കുറിച്ച്, രഹസ്യ സങ്കേതങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. പ്രവാചകന്റെ സംഘത്തെയും കൂട്ടിയിട്ട് അവരെല്ലാം ഒരുമിച്ച് മുന്നോട്ട് നടന്നു. പക്ഷേ പ്രവാചകന്റെ ഗന്ധമടിച്ചപ്പോൾ തന്നെ
അതായത് പ്രവാചകൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ആ കൊള്ളസംഘം എങ്ങനെയോ അത് മനസ്സിലാക്കി, ആരിൽ നിന്നോ മനസ്സിലാക്കി. അതോടുകൂടിയിട്ട് അവരുടെ മഹായുദ്ധം ആരംഭിച്ചു. മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ഒട്ടും സമയം കളയാതെ അവരെല്ലാവരും, പലരും പർവ്വതത്തിൽ ഒളിസങ്കേതങ്ങളിലേക്ക് പിൻവലിഞ്ഞു, മറ്റെല്ലാവരും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അതായിരുന്നു അവരുടെ യുദ്ധം. പിന്നീട് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത്രമാത്രം. പിന്നീട് മറ്റൊരവസരത്തിൽ ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലം, ആ ബഹ്റാൻ മേഖലയിൽ സുലൈം എന്ന് പറയുന്നൊരു ഗോത്രം, മുമ്പ് പറഞ്ഞു ഒരുപാട് ഗോത്രങ്ങളുണ്ട്. സുലൈം ഗോത്രക്കാരുടെ ഒരു വലിയ സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു സൈന്യം തന്നെ. അവർ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് വരുന്നത്. ആ കാര്യവും നേരത്തെ തന്നെ, അഥവാ അറിയേണ്ടുന്ന സമയത്ത് തന്നെ പ്രവാചകൻ അറിഞ്ഞു. മദീനയിലും മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചാലും അവിടെയുള്ള തീരദേശങ്ങളിലുള്ള ഗോത്രങ്ങളുമായിട്ടുള്ള സന്ധി ഉള്ളതുകൊണ്ട്, ഉടമ്പടി ഉള്ളതുകൊണ്ട് അവിടെ ഏതൊരു ചെറിയ ചലനവും പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി അപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ബഹ്റാൻ മേഖലയിൽ സുലൈം ഗോത്രക്കാരുടെ ഒരു വലിയ സൈന്യം യുദ്ധത്തിനെത്തിയ കാര്യം അതുപോലെ സമയത്തിന് തന്നെ പ്രവാചകൻ അറിഞ്ഞു. ഉടനെ 300 പേര് അടങ്ങുന്നൊരു സംഘവുമായിട്ട് പ്രവാചകൻ തന്നെ അങ്ങോട്ട് പാഞ്ഞു. ബഹ്റാനിൽ കുറച്ച് ദൂരമുണ്ട്. ഇനിയും ഈ രാത്രി കൂടി കഴിഞ്ഞാൽ അവർ ബഹ്റാനിലെത്തും. ഈ ഒരു രാത്രി മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് സുലൈം ഗോത്രത്തിൽ തന്നെയുള്ള ഒരാളെ പ്രവാചകൻ കണ്ടുമുട്ടി. യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ള സുലൈം ഗോത്രത്തിൻ്റെ സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തോട് പ്രവാചകൻ ആരാഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ കൂട്ടം പിരിഞ്ഞ് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രവാചകന്റെ പുറപ്പാട് അറിഞ്ഞപ്പോൾ തന്നെ അവരവരുടെ വഴിക്ക് പോയി, ഭയപ്പെട്ടു പോയി. പ്രവാചകന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ, ആ നിമിഷങ്ങളിൽ പ്രവാചകന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം അറബി ഗോത്രങ്ങൾ അവർ ഭയമുള്ളവരായി കഴിഞ്ഞിരുന്നു എന്ന് സാരം. പ്രവാചകനുടെ ഭയവും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അറബി ഗോത്രങ്ങളെ വളരെയധികം വിവശരാക്കി മാറ്റി. കാര്യങ്ങൾക്ക് ഒരു എത്തും പിടിയില്ലാതെ വരുമ്പോൾ ഈ ഗോത്രത്തിലുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിച്ച് പ്രവാചകനെതിരെ പടനീക്കം നടത്തും. വലിയ ആവേശത്തോടു കൂടിയിട്ടുള്ള പടനീക്കം നടത്തും. പക്ഷേ തങ്ങളുടെ പടനീക്കത്തിന് എതിരെയായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവാചകൻ അവിടുന്ന് പുറപ്പെട്ടു എന്നറിയുന്ന നിമിഷം തന്നെ അവര് ഭീതിയോടുകൂടി തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കാണുന്നത് നിരന്തരം. ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാബ് ബിൻ അഷ്റഫ് ഇല്ലാതായത്, അഥവാ മുസ്ലിങ്ങളാൽ ഇല്ലാതാക്കപ്പെട്ടത്. ആ കഥ നമ്മൾ പറഞ്ഞതാണ്. അത് അന്നവിടെ ഉണ്ടായിരുന്ന സർവ്വജൂതന്മാരെയും ഭയവിഹ്വലരാക്കി മാറ്റി. വാസ്തവത്തിൽ കാബിന് പറ്റിയ അപകടം ഏത് നിമിഷവും തങ്ങൾക്കും ഒട്ടും താമസം കൂടാതെ തങ്ങൾക്കും പറ്റാവുന്നതാണ് എന്നവർ മനസ്സിലാക്കി. നിറഞ്ഞ വേവലാതിയോട് കൂടിയിട്ട് അവരെ കാര്യം മനസ്സിലാക്കി. ആ കാലഘട്ടത്തിൽ അവരവരുടെ വീടുകളിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ ജൂതന്മാർ മടി കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ ബനു ഖൈനുഖായിൻ്റെ ഉപരോധത്തിന് ശേഷം
ആ ഉപരോധം കഴിഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് നബി തിരുമേനി അവരെ കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട്. ആ കൈകാര്യം ചെയ്ത രീതി അവരാരും മറന്നിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഭയം 10 മടങ്ങ് വർദ്ധിക്കാൻ ആ ഉപരോധവും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും അത് കാരണമായി തീർന്നു. നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ അവരെല്ലാവരും കൂടി പരാതിയുമായിട്ട് പ്രവാചകനെ നേരിട്ട് സമീപിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, കാബ് അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ചതിക്കപ്പെട്ടതാണ്, യാതൊരു പ്രകോപനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിനാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് എന്നവർ പ്രവാചകനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പ്രവാചകൻ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അദ്ദേഹം അവരുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. കാബ് മുസ്ലിങ്ങളെ ദ്രോഹിച്ചവനാണ്, ഒരുപാട് ദ്രോഹിച്ചവനാണ്, പല രൂപത്തിലും ദ്രോഹിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ മറന്നിട്ടില്ല. അദ്ദേഹം കവിതകൾ എഴുതാറുണ്ട്. ഈ കവിതകൾ എഴുതുന്നത് മുഴുവൻ മുസ്ലിങ്ങളെ അപഹസിച്ചുകൊണ്ടായിരുന്നു, കളിയാക്കിക്കൊണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തെ പരിഹസിച്ചുകൊണ്ടാണ്, ഞങ്ങളുടെ സമൂഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ എഴുതിയതും പ്രചരിപ്പിച്ചത്. നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട വേറെ ആരും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു കണ്ടില്ലല്ലോ. ആരും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഞങ്ങളുടെ സമൂഹത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ സമൂഹത്തെ കളിയാക്കി ഞങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകളോട് ശൃംഗരിച്ച് അങ്ങനെയൊന്നും നിങ്ങളുടെ സമൂഹത്തിൽ വേറെ ആരെയും കണ്ടില്ലല്ലോ. അതുപോലെ കാബിനും അവനവന്റെ കാര്യം നോക്കി അടങ്ങിയിരിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഒരാപത്തും വരില്ലായിരുന്നു. മുഹമ്മദിന്റെ ഈ മറുപടി കേട്ടപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രവാചകന്റെ മറുപടി കേട്ടപ്പോൾ അവർ മൗനം പാലിച്ചു നിന്നു. പിന്നീട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ അതൊക്കെ നടക്കുകയുണ്ടായി. അതിൻ്റെയും അവസാനത്തിൽ ഒടുവിൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒരു ഉടമ്പടി രേഖപ്പെടുത്തുക, അതിനെ മാനിച്ചുകൊണ്ട് അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുക, അതാണ് നല്ലത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ജൂതന്മാരുടെ ഭയാശങ്കകൾ അതൊന്നും അവരിൽ നിന്ന് അകന്നു പോയില്ല. മാത്രമല്ല, പ്രവാചകനോടുള്ള അവരുടെ നിലപാട് അതിനും ഒരു മാറ്റം വന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ടായി. ആ പ്രത്യാഘാതങ്ങൾ പിന്നീട് അവർക്ക് അനുഭവിക്കേണ്ടതായും വന്നു. മക്കയിലുള്ള ഖുറൈശികളുടെ കാര്യം, അതാണ് ഏറ്റവും പരിതാപകരം. അവരെല്ലാവരും മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലായിപ്പോയി. കാരണം അവരുടെ ഉപജീവന മാർഗം അടഞ്ഞു പോയിരിക്കുകയാണ്. പ്രവാചകന്റെ അനുയായികളുടെ ഉപജീവന മാർഗം അടച്ചു കളഞ്ഞത് അവരാണ്. അവരെ ജന്മസ്ഥലത്ത് നിന്ന് അവരെ ഓടിച്ചു കളഞ്ഞത് ഖുറൈശികളാണ്. പക്ഷേ പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ അവരൊരു സ്വർഗം കെട്ടിപ്പടുത്തു. ഇന്നിപ്പോ അല്ലാഹു അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഉപജീവന മാർഗം അടഞ്ഞു പോയിരിക്കുകയാണ്. ഷാമിലേക്കുള്ള സഞ്ചാരപഥം നബി തിരുമേനി ഉപരോധിച്ചിരിക്കുകയാണ്. ആ വഴിയിലൂടെയുള്ള വ്യാപാരം ഇനി പ്രവാചകന്റെ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു അനുമതി ഖുറൈശികൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനും കഴിയില്ല. ഷാമിലേക്കുള്ള ചരക്ക് നീക്കം നിലച്ചു കഴിഞ്ഞാൽ
പിന്നെ മക്കയുടെ ഗതി എന്താകും? മക്ക നഗരിക്ക് ഇതിലും വലുതായിട്ടുള്ളൊരു ആപത്ത് എന്താണ് പിന്നെ വരാനുള്ളത്? തീരദേശ മാർഗം പ്രവാചകൻ അടച്ചു കഴിഞ്ഞു. അതുവഴി മക്കയുടെ സുസ്ഥിതിക്കും ഒപ്പം സ്ഥാനമാനങ്ങൾക്കും നാശം വരുത്താൻ തന്നെയാണ് പ്രവാചകൻ തീരുമാനിച്ചത്. ഇനി എന്താണ് മക്കയുടെ സുസ്ഥിതി, പേരും പെരുമയും ആ പ്രഭാവവും നിലനിർത്താൻ ഇനി എന്താണ് ഒരു മാർഗം? ഈ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം സഫ്വാൻ ബിൻ ഉമയ്യ ഖുറൈശിയോട് ഇപ്രകാരം പറഞ്ഞു: പ്രവാചകനും കൂട്ടരും കൂടി നമ്മളുടെ വ്യാപാരത്തിന് വലുതായിട്ടുള്ള വിഘ്നം വരുത്തിക്കഴിഞ്ഞു. ഇനി ആ ഒരു കാര്യം നോക്കേണ്ടതില്ല. തീരദേശത്തു കൂടിയുള്ള യാത്ര, സഞ്ചാര വഴികൾ ഇനി നമ്മളുടെ വ്യാപാരത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ശക്തമായി തന്നെ ആ പാത മുസ്ലിങ്ങൾ ഉപരോധിച്ചു കഴിഞ്ഞു. ഇനിയും ആ വഴിയിലൂടെയുള്ള സഞ്ചാരം അത്യാപത്ത് വിളിച്ചു വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പാതയിലുള്ള ഗോത്രക്കാർ, അവിടെ താമസിക്കുന്ന ആളുകൾ, മറ്റു താമസക്കാരെല്ലാവരും അവരുടെ സാധാരണക്കാരടക്കം മദീനയിലുള്ള മുസ്ലിങ്ങളുമായിട്ട് അഥവാ പ്രവാചകനുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, സന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ആ വഴിയിലൂടെ പോയാൽ താമസിക്കാൻ പോലും ഇടം കണ്ടെത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. തീരദേശവാസികൾ അതിന് സമ്മതിക്കില്ല. ഇനിയും വ്യാപാര കാര്യങ്ങളൊന്നും നടന്നില്ല എന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? നമ്മളെല്ലാവരും വീടുകളിൽ കഴിയേണ്ടി വരും. നമ്മുടെ കൈവശമുള്ള മൂലധനം എടുത്ത് തിന്നേണ്ടി വരും. വിത്ത് കുത്തി തിന്നേണ്ടതായിട്ട് വരുമെന്ന് സാരം. അങ്ങനെ വരുമ്പോൾ അധികം താമസിയാതെ തന്നെ നമ്മൾ ഗതികെട്ടവരായിട്ട് മാറും. നമുക്ക് ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല. എല്ലാം നശിക്കും, ഉള്ളത് കൂടി നശിക്കും. ഗ്രീഷ്മകാലത്ത് വ്യാപാര സംഘവുമായിട്ട് ഷാമിലേക്ക് പോകണം. ശൈത്യകാലത്ത് അബിസീനിയയിലേക്ക് പോകണം. ഇവരുമായിട്ടുള്ള വ്യാപാരമാണല്ലോ നമ്മുടെ ഏക ഉപജീവന മാർഗം. ഇത് കേട്ടപ്പോൾ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു: തീരദേശപാത നമ്മൾ ഉപേക്ഷിക്കണം. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പകരം മറ്റൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇറാഖിലൂടെയുള്ള മാർഗം സ്വീകരിക്കണം. പക്ഷെ ഇറാഖിലൂടെയുള്ള മാർഗം അവർക്ക് പരിചിതമല്ലായിരുന്നു. അതുകൊണ്ട് ആ സഞ്ചാരപാത കാണിച്ചു കൊടുക്കാൻ ബക്കർ ബിൻ വാഇൽ വംശജനായിട്ടുള്ള ഫുറാത്ത് ബിൻ ഹയ്യാനെ അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫുറാത്ത് ബിൻ ഹയ്യാൻ പറഞ്ഞു, അത് നല്ലൊരു നിർദ്ദേശമാണ്. ഷാമിലേക്കുള്ള പ്രധാനപ്പെട്ട സഞ്ചാരപാത പ്രവാചകൻ അടച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇറാഖിലൂടെയുള്ള സഞ്ചാരപാത തുറക്കുക, ആ വഴിക്ക് പോകുക, അത് നല്ലൊരു നിർദ്ദേശമാണ്. ഇറാഖിലൂടെയുള്ള സഞ്ചാരപഥം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധി കൂടിയാണ്. കാരണം ആ വഴിയിൽ പ്രവാചകന്റെ അനുചരന്മാർക്ക് വന്നു ചേരാൻ കഴിയില്ല. കാരണം ജലശൂന്യമായിട്ടുള്ള ശുഷ്കമായിട്ടുള്ള ഒരു കുന്നിൻ പ്രദേശമാണത്. പക്ഷെ ഇപ്പം ശൈത്യകാലമാണ്. അതിനാൽ ജലത്തിൻ്റെ ആവശ്യം താരതമ്യേന കുറവായിരിക്കും. അവിടുത്തെ ജലദൗർലഭ്യം ഈ കാലാവസ്ഥയിൽ ഒരു പ്രശ്നമാവില്ല. ഏതായാലും ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് സഫ്വാൻ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ഇറാഖ് വഴിക്ക് ഷാമിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അൽഹംദുലില്ലാഹ്.